ഹായ് ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞ ദിവസമേ നമ്മുടെ ഡയറക്ടർ ലാലും ഹരിശ്രീശ്വരും ഇന്ദ്രൻസും ഒക്കെ ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ ഈ നമ്മുടെ ഡയറക്ടർ ലാല് പറഞ്ഞു കേട്ടു, നമ്മുടെ മഹാനടൻ ജഗദീഷ് ശ്രീകുമാർ കൈ നേടുന്ന ചില ഇംപ്രൂവൈസേഷനുണ്ട് ചില സിനിമകളിലും ചില സീനിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതൊരിക്കലും ചെയ്യാൻ പാടില്ല, തെറ്റാണ്. ഒരു ഡയറക്ടറുടെ നിലപാടിൽ അത് തെറ്റായിട്ട് തോന്നും, പക്ഷെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ ഇംപ്രവൈസേഷനിൽ കൂടി നമ്മുടെ മനസ്സിൽ കയറി എത്രയെത്ര കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെതായ ലേബലിൽ നമ്മുടെ മനസ്സിൽ കൂടി എത്രയെത്ര സിനിമകൾ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, താളവട്ടം, കിലുക്കം, മയിലാട്ടം, അങ്ങനെ എത്രയെത്ര സിനിമകൾ. ജഗതിയുടെ തന്നെ ഈ മയിലാട്ടത്തെ ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നിട്ടെ അല്ലെങ്കിൽ നിൽപ്പിനടിച്ചിട്ട് പോവാം, എന്തുകൊണ്ട് അടിക്കാമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മിസൈൽ ഉണ്ടെന്ന് പറയും. ആ മിസൈലെങ്കിൽ മിസൈൽ രണ്ടെണ്ണം അടിച്ചിട്ട് പോകാം, ഇവിടെ അടിക്കേണ്ടത് വെച്ച് ബൈക്ക് സൈഡിലോട്ട് പോകാൻ പറയുന്നു. പിന്നെ അവിടെ പോയി ഓംലെറ്റ് എടുക്കുന്നു, ഗ്ലാസ് എടുക്കുന്നു, വെള്ളം എടുക്കുന്നു. ആ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ പുള്ളിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ് ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു കുടിയൻ എന്നല്ല, നോർമൽ സാധാരണക്കാരൻ ഓർമ്മ അടിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പുള്ളി മനസ്സിൽ കണ്ട് ചെയ്ത സീനുകളാണ് അതൊക്കെ പുള്ളിയുടേതായ ഇംപ്രൂവൈസേഷനാണ്. നമ്മൾ ഒരിക്കലും ഒരു ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെന്ന് ശ്രദ്ധിക്കുന്നതല്ല ഒരു ആക്ടർ എന്ന് പറയുന്നത്. ഒരു ആക്ടർ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിരിക്കണം. നാച്ചുറലായിട്ടുള്ള പുള്ളിയുടെ മാനസങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ആഡ് ചെയ്യണം. അത് കണ്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഓപ്പോസിറ്റ് ആക്ടറാണ് മികച്ച ആക്ടർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അല്ലാതെ ഒരിക്കലും മറ്റാൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മളിങ്ങനെ നോക്കി നിന്ന് അതിൻ്റെ ബാലൻസ് ആയിട്ട് നമ്മൾ പറയുക എന്നുള്ളത് അത് ഒരിക്കലും ഒരു നല്ലൊരു ആക്ടിങ് മെത്തേഡല്ല. ഈ പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഉരയ്ക്കുന്ന സൗണ്ടും പിന്നെ ഈ മുണ്ട് പൊക്കി ഡാൻസ് കളിക്കുന്ന ലാലിൻ്റെ മികച്ച പ്രകടനമായിട്ടാണോ നമ്മൾ അംഗീകരിക്കുന്നത്? ലാൽ എന്ന ഡയറക്ടറെ നമ്മൾ അംഗീകരിക്കുന്ന, നടനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു മികച്ച ഇതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അതേസമയം ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഏത് സിനിമകളും എപ്പോഴും വേണമെങ്കിലും നമുക്ക് കാണാം, എത്ര കണ്ടാലും ബോറടിയില്ല, റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളാണ്. ജഗദീഷ് ശ്രീകുമാറിൻ്റെ അഭിനയം കൊണ്ട് തന്നെ ഹിറ്റായ എത്രയോ ചിത്രങ്ങളുണ്ട്. ജഗദീഷ് ശ്രീകുമാർ മോഹൻലാൽ, ജഗദീഷ് ശ്രീകുമാർ ജയറാം, ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് ശ്രീകുമാർ ശ്രീനിവാസൻ, ജഗദീഷ് ശ്രീകുമാർ മമ്മൂട്ടി, അങ്ങനെ എത്ര അവിസ്മരണീയമായ കോമ്പിനേഷനുകൾ, അതുവഴി പിറന്ന എത്രയെത്ര നല്ല സിനിമകൾ നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ സാധിക്കാത്ത ഒരു ലെജൻഡാണ് നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ. അദ്ദേഹത്തിന് ഇപ്പോൾ സംസാരിക്കാൻ കഴിയത്തില്ല, സംസാരിക്കും എന്നാൽ തന്നെ പുള്ളിക്കാരൻ്റെ ആരോഗ്യസ്ഥിതി അത്ര നല്ലതായിരുന്നെങ്കിൽ പുള്ളി അതിനുള്ള മറുപടി തന്നെ കൊടുത്തേനെ. അതുമല്ല, അതിനേക്കാൾ മുന്നേ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി ഇതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആക്ടർ എന്ത് പറയുന്നു നോക്കി പ്രതികരിക്കുന്ന ആളല്ല. സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ ഇംപ്രവൈസേഷനും അതിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പ്രായഭേദമന്യേ ഏത് കാലഘട്ടത്തനുസരിച്ചും മാറ്റം സംഭവിച്ചാണ് പുള്ളിയുടെ അഭിനയം. അതായത് ഒരു 80-70 കാലഘട്ടത്തെ സിനിമ എടുത്തു കഴിഞ്ഞാൽ ആ രീതി, 90 എടുത്തു കഴിഞ്ഞാൽ ആ രീതി, 2000 എടുത്തു കഴിഞ്ഞാൽ ആ രീതി, നമ്മുടെ ചോട്ടാമുംബൈയിൽ വരെയും ചെറുപ്പക്കാരനായിട്ടുള്ള റോൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സീരിയസ് റോളുകൾ എടുത്തു കഴിഞ്ഞാൽ കോമഡിയേക്കാൾ ഗംഭീരമായിട്ടുള്ള സീരിയസ് റോളുകൾ ചെയ്യുന്നത്. അങ്ങനെ എത്രയെത്ര സിനിമകൾ. നമ്മുടെ ഡയറക്ടർ പ്രിയദർശൻ തന്നെ പല സിനിമകളിലും പറഞ്ഞിട്ടുണ്ട്, അമ്പിളിച്ചേട്ടനാണെങ്കിൽ ഞാൻ ആ സീൻ അഭിനയിക്കാൻ വേണ്ടി അങ്ങ് വിട്ടുകൊടുക്കുമെന്ന്, ജഗതി അഴിഞ്ഞാടി അഭിനയിക്കുമെന്ന്. അപ്പം അദ്ദേഹത്തിന് അറിയാം ജഗതിയുടെ ലെവൽ എന്താണെന്ന്. പിന്നെ അദ്ദേഹം സീരിയസ് റോൾ എടുത്തു കഴിഞ്ഞാലും എന്തേരെ ഭംഗിയായിട്ട് പുള്ളി അഭിനയിക്കുന്നത്. നമ്മൾ തിളക്കത്തിലെ ആ ഒരു കഥാപാത്രം എടുത്തു കഴിഞ്ഞാൽ കോമഡിക്ക് കോമഡി, സീരിയസ് റോളാകുന്ന സമയത്ത് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അതുല്യ പ്രതിഭയാണ്. നമ്മുടെ മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു അത്യപൂർവമായ ലെജൻഡാണ്. അതുകൊണ്ട് ലാല് പറഞ്ഞ ഈ കാര്യത്തോട് എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഈ വീഡിയോ അടിയിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.